ഹായ് ഫ്രണ്ട്സ്, 86 ക്രിയേഷൻസ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പട്ടുപാവാടയുടെ കട്ടിങ് സ്റ്റിച്ചിങ്ങും ആണ് പറയുന്നത്. പക്ഷേ ഓടിപ്പോകരുത്, നോർമൽ പാവാടയിൽ നിന്നൊരു ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ നോർമലായിട്ട് പാവാട കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണോ ഇറക്കാൻ വേണ്ടത് അതിനേക്കാൾ 1 ഇഞ്ച് നമ്മൾ കുറച്ചിട്ട് തുണി ഇതേപോലെ വെട്ടിയെടുക്കുക. അപ്പം നമുക്കൊരു 20 ഇഞ്ച് ഇറക്കം വേണം എന്നുണ്ടെങ്കിൽ 19 ഇഞ്ച് എടുക്കുക, 40 ഇഞ്ച് വേണമെങ്കിൽ 39 ഇഞ്ച് എടുക്കുക. അങ്ങനെ കണക്കാക്കി എടുത്തിട്ട് ഇതേപോലെ പ്ലീറ്റ്സ് ഒക്കെ നമ്മുടെ ഇഷ്ടമാണ് വീതി. ഇതിപ്പോൾ ഞാൻ 1 ഇഞ്ച് വീതിയുള്ള പ്ലീറ്റ്സാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇത് നമ്മുടെ ബെൽറ്റിൻ്റെ പോർഷനാണ്. ഇതിപ്പോൾ ഞാൻ അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ബെൽറ്റിൻ്റെ പോർഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് 3 ഇഞ്ച് വീതിയിലാണ് നമ്മൾ ബെൽറ്റിൻ്റെ പോർഷൻ, അതായത് 1.5 ഇഞ്ച് വീതി വരും. അതിന് വേണ്ടിയിട്ട് നമ്മൾ 4 ഇഞ്ച് വീതിയുള്ള ഒരു ക്ലോത്താണ് നമ്മുടെ ഹിപ്പിൻ്റെ സൈസ് അനുസരിച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഈ ഒരു സൈഡ് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. കണ്ടല്ലോ, ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതേപോലെ അപ്പുറത്തെ സൈഡ് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ നല്ലതാണ്. ഇതിപ്പോൾ ഇതേപോലെ തേരുവശം ആയതുകൊണ്ട് മാത്രം ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നില്ല. എന്നിട്ട് ഇതിപ്പോൾ നമ്മൾ അടിച്ചിരിക്കുന്നത് പ്ലീറ്റ്സ് അടിച്ചിരിക്കുന്നത് നമ്മൾ 1/2 ഇഞ്ച് ഇറക്കിയിട്ടാണ്. അപ്പോൾ അതിനകത്തേക്ക് ആ ഒരു 1/2 ഇഞ്ച് നമ്മൾ ആ ഒരു തയ്യൽ കാണുന്നില്ലേ, അവിടെയാണ് നമ്മളിത് കറക്റ്റായിട്ട് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നോക്കുന്നത്. അപ്പോൾ ഈ ഒരു തുമ്പ് ഇത് കണ്ടല്ലോ, ഇതേപോലെ ഒന്ന് കയറ്റി വെച്ചിട്ട് വേണം നമ്മൾ നോർമലായിട്ട് നമ്മൾ പട്ടുപാവാട തയ്ക്കുമ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഇതേപോലെ ഒന്ന് കയറ്റി വെച്ചിട്ട് നമ്മൾ ഈ തയ്യൽ തുമ്പിൽ കൂടെ ആ സ്റ്റിച്ചിൽ കൂടെ തന്നെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പട്ടുപാവാടയുടെ പൊട്ടവശത്ത് നമ്മുടെ ബെൽറ്റ് പോർഷൻ്റെ നല്ല വശമാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പം ഇതേപോലെ ചെയ്യാനായിട്ട് എടുക്കുന്നത് ഇതേപോലെ വെച്ചിട്ട് നമ്മൾ ആ ഒരു സ്റ്റിച്ച് ചെയ്തിരിക്കുന്നതിൻ്റെ മീതെ കൂടെ വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് കേട്ടോ, അല്ലെങ്കിൽ അത് ശരിയാവില്ല. അപ്പോൾ ഇങ്ങനെ വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. അത് ഇപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് മലത്തി വെച്ചിട്ട് ഒരടിയും കൂടെ അടിച്ചിട്ടുണ്ട്, ഒന്ന് നിവർത്തി വെച്ചിട്ട് ഒരു സ്റ്റിച്ചും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പിടുത്തം നന്നായിട്ട് കിട്ടാനും കൂടെ വേണ്ടിയിട്ടാണ് അതങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഈ സൈഡ് ഇതിപ്പോൾ നൂല് എക്സസ് ആയിട്ടുള്ള നൂല് അതൊക്കെ നമുക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് തന്നെ നമ്മൾ എടുക്കണം. എന്നിട്ട് നമ്മൾ സൈഡ് ഒന്ന് മടക്കുക, സൈഡ് ഇതേപോലെ മടക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞായിരുന്നു, ഞാൻ ഈ വശം ഞാൻ ഓൾറെഡി നേരത്തെ തന്നെ ഒന്ന് അറിയാണ്ട് സ്റ്റിച്ച് ചെയ്ത് പോയായിരുന്നു, വർത്താനം പറഞ്ഞിരുന്നിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് മടക്കി വെച്ചിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുകയാണ് വേണ്ടത്. ഈ സൈഡൊന്ന് മടക്കി വെച്ചിട്ട് ഇപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് ഞാൻ പിന്നെ അഴിക്കാനൊന്നും നിന്നില്ല. ഒരു സ്റ്റിച്ച് എക്സ്ട്രാ നിൽക്കുമെന്നല്ലേന്ന് വെച്ചിട്ട് എനിക്ക് മടി കാരണം ഞാനത് അഴിക്കുന്നില്ല. നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഒന്ന് മടക്കി വെച്ചിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് പരമാവധി നൂല് കാണലുണ്ടാവില്ല. അതിന് വേണ്ടിയിട്ടാണ് അതങ്ങനെ ഇപ്പം തന്നെ ആ തുമ്പൊന്ന് മടക്കിക്കൊണ്ട് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നോർമലായിട്ട് പാവാട നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. എളുപ്പം തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് നമുക്ക് ഇനി ചെയ്യാനായിട്ടുള്ളത്, അതായത് നമ്മൾ പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ബെൽറ്റിൻ്റെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിതാ ഇതേപോലെ നമ്മുടെ സൈഡ് നമ്മളൊന്ന് കൂട്ടി കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഒരു 3 ഇഞ്ചോളം ഇറക്കാം, 3 ഇഞ്ചോളം ഇവിടെ ഒരു ഗ്യാപ്പ് കൊടുത്തിട്ട് വേണം ബാക്കി അങ്ങോട്ടേക്ക് കൂട്ടിയെടുക്കാനായിട്ട്. പക്ഷേ ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഒരു കംഫർട്ടായിട്ട് ഇടാൻ വേണ്ടിയിട്ട് ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇതേ ഒരു മെത്തേഡിലാണ് ചെയ്യുന്നത്. അപ്പോൾ എലാസ്റ്റിക് ഇട്ടാലും അല്ലാണ്ട് മറ്റേ ഹുക്ക് പിടിപ്പിച്ചെന്ന് പറഞ്ഞാൽ അവർക്ക് അതൊക്കെ ഊരിപ്പോകും. അപ്പോൾ നമ്മൾ ചെയ്തത് ഇതേപോലെ ചെറിയൊരു ലൈനിങ് ഒക്കെ കൊടുത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലൈനിങ്ങിന് വേണ്ടിയിട്ട് ഇതേപോലെ ഉണ്ടാവും. നമ്മൾ നോർമലായിട്ട് നമ്മുടെ പെറ്റിക്കോട്ടൊക്കെ നമ്മൾ തയ്ക്കുന്ന അതേ ഒരു മെത്തേഡിലാണ്. അപ്പോൾ മടക്ക് വശമാണ് അവിടെ മുകളിൽ കിടക്കുന്നത്. എന്നിട്ട് നമ്മൾ നോർമലായിട്ട് ഇപ്പം ഞാൻ 4.5 ഇഞ്ച്, അതായത് ഞാൻ പറഞ്ഞു തരാം, നമ്മുടെ ഷോൾഡർ നോർമലായിട്ട് എടുക്കുന്നത് തന്നെ എടുക്കുക. എന്നിട്ട് ആം ഹോള് 1 ഇഞ്ച് ഇതാക്കിയിട്ട് നമ്മൾ എടുക്കുക. പിന്നെ നെക്ക് ഇപ്പം നമ്മൾ 2.25 എടുത്തതെങ്കിൽ ഇതിന് വേണ്ടി 2.5 എടുക്കുക. നമ്മൾ ബ്ലൗസിന് എടുക്കുന്ന കണക്കാട്ടോ പറയുന്നത്. 2.5 നെക്കിന് എടുക്കുന്നതെങ്കിൽ ഇതിന് 2.25 എടുക്കുക. എത്രയാണോ നമ്മൾ ബ്ലൗസിന് എടുക്കുന്നത് അതിനേക്കാളും ഒരു 1/4 ഇഞ്ച് കൂട്ടിയെടുക്കുക വിട്ട്. പിന്നെ ഇറക്കം എന്ന് പറയുന്നതും അതിനേക്കാളും ഒരു 1/4 ഇഞ്ചോളം ഇറക്കവും ഒന്ന് കൂട്ടിയെടുക്കുക. അപ്പോൾ ഒട്ടും തന്നെ വെളിയിൽ കാണലുണ്ടാവില്ല. എന്നിട്ട് അതേ രീതിക്ക് നമ്മൾ തുണി മടക്കിയിട്ട്, അപ്പോൾ ഇതെന്ന് പറയുന്നത് കുറച്ച് ലൂസായിട്ട് തന്നെ കിടക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ചെസ്റ്റിൻ്റെ ഒരു കണക്കിലാണ് നമ്മൾ ബ്ലൗസ് മടക്കുന്ന പോലെ തന്നെ നമ്മൾ ഇത് മടക്കിയിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ വശം നമ്മൾ കൂട്ടിക്കൊടുക്കേണ്ട കാര്യമില്ല. നോർമലായിട്ട് നമ്മുടെ പെറ്റിക്കോട്ടിൻ്റെയൊക്കെ ഒരു സ്റ്റിച്ചിങ് തന്നെയാണ്. എന്നിട്ട് ഈ ഒരു സൈഡ് നമ്മൾ ഇതേപോലെ ഒന്ന് മടക്കി വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതേപോലെ തന്നെ ആം ഹോളിൻ്റെ അവിടെ നമ്മളൊന്ന് മടക്കി വെച്ചിട്ട് വേണം നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ താഴത്തേക്ക് നമ്മളൊന്നും ഷേപ്പ് ചെയ്യുന്നില്ല, ഉള്ളിൽ കിടക്കേണ്ടതായതുകൊണ്ട് കുറച്ച് ലൂസായിട്ട് തന്നെ കിടന്നോട്ടെ എന്ന് വെച്ചിട്ടാണ്. ഇനി ഇതെന്ന് പറയുന്നത് നമ്മൾ സ്കേർട്ടിൻ്റെ അടിയിൽ നമ്മുടെ പാവാടയുടെ അടിയിലേക്കുള്ള ലൈനിങ് പീസ് പോലെ നമ്മൾ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഒരു ഹാഫ് പോർഷൻ നമ്മുടെ പാവാടയുടെ
ഒരു പകുതിയോളം ഇറക്കം മതി കേട്ടോ. ഇതൊക്കെ നമ്മുടെ ഓപ്ഷനാണ്, നമുക്ക് എത്രത്തോളം വേണമെങ്കിലും വെക്കാം കേട്ടോ. ഫുള്ളായിട്ട് വെക്കണം എന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട്. ഞാനിപ്പോൾ ഒരു ഇറക്കത്തിനേക്കാളും ഒരു 5 ഇഞ്ച് കുറച്ചിട്ടാണ് ഞാൻ ഇതെടുത്തിരിക്കുന്നത്. എന്നിട്ട് അതും ഇവിടേക്ക് ഞൊറി ഇട്ടിട്ട് തന്നെ എടുക്കുക. അപ്പം ഞൊറി ഇട്ടെടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ വെട്ട് കിട്ടും. അപ്പോൾ കുട്ടികൾ ഒട്ടും തട്ടി വീഴത്തില്ല, പാവാട ഒട്ടും അവർക്ക് തട്ടലുണ്ടാവില്ല. അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ലൈനിങ് വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഹിപ്പിൻ്റെ കറക്റ്റ് ആ ഒരു മെഷർമെൻറ്റ്, ഹിപ്പ് റൗണ്ട് ഉണ്ടല്ലോ അതിൻ്റെ രണ്ടിലൊന്ന്, അതായത് നേർപകുതി ഇതിനകത്ത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ട് അത്രയും പോർഷനിൽ മാത്രം. ഇതിപ്പോൾ തുണി കുറച്ച് നമുക്ക് എക്സസ് ആയിട്ടുണ്ട് നമ്മുടെ സ്കേർട്ടിൻ്റെ ആ മുകളിലത്തെ ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് കണ്ടത് ഇതേപോലെ ഞാൻ കറക്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ആ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ളത് നമുക്ക് അങ്ങോട്ട് വെട്ടിക്കളയാം. മോൾ വശം ഇത്തിരി. അപ്പം ഇത് കണ്ടോ, ബിഗിനേഴ്സിനോടായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് അടിച്ചെടുക്കാനായിട്ട്, ബിഗിനേഴ്സിനൊക്കെ എനിക്കും തുടക്കകാലത്തൊക്കെ ഭയങ്കര പാടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ഇത് പറയാണ്, നമ്മളത് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും ഒരിക്കലും നമ്മുടെ മെഷീൻ്റെ ഇത് പൊക്കി കൊടുക്കരുത്. നമ്മൾ മെഷീൻ അതേപോലെ പ്രസ് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ നമ്മളങ്ങ് സ്റ്റിച്ച് ചെയ്യുക. ഒരിക്കലും പ്രസ്സർ പൊക്കി കൊടുക്കരുത്. പൊക്കി കൊടുക്കാണ്ട് നമ്മളത് സ്റ്റിച്ച് ചെയ്യുവാണെങ്കിൽ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും. ഞാനും തുടക്കകാലത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ പ്രസ്സർ ഇങ്ങനെ പൊക്കി കൊടുത്ത് സൈഡിലൊക്കെ തിരിച്ചും മറിച്ചൊക്കെ വെച്ചിട്ടൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ പ്രസ്സർ പൊക്കി കൊടുക്കാണ്ടിരുന്നാൽ അടിപൊളിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഇത്രയും പണി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഒരു സൈഡ് മാത്രം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം നമ്മുടെ ആ ഒരു ഷേപ്പിനനുസരിച്ച്. അപ്പം ഒരുപാട് ടൈറ്റ് ആക്കരുത്, ലൂസാക്കി തന്നെ കൊടുക്കണം മീതേക്കുള്ളത്. അപ്പോൾ ഒരു സൈഡ് നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ അടിവശം ഒന്ന് സ്റ്റിച്ച് മടക്കി അടിച്ചേക്കണം കേട്ടോ. എന്നിട്ട് ഇത് കണ്ടോ, പാവാടയുടെ ഇതേപോലെ ഒന്ന് വെക്കുക. നമ്മുടെ പാവാട കണ്ടത് അതായത് നമ്മുടെ രണ്ടിൻ്റെയും കൂടെ സെൻറ്റർ കണക്കാക്കിയിട്ട് രണ്ടിലും നമുക്ക് ഒരു സ്റ്റിച്ച് വരണം. അതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ വെച്ചിട്ട്, എന്നിട്ട് ഒരു തുള്ളി പാവാടയൊന്ന് ഇങ്ങോട്ടേക്ക് ഇറങ്ങി നിൽക്കത്തക്ക രീതിയിൽ വേണം. എന്നിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പം മുകളിൽ സ്റ്റിച്ച് ചെയ്യുക, താഴത്ത് സ്റ്റിച്ച് ചെയ്യാം. നമ്മുടെ സ്കേർട്ട് പോർഷനിൽ, നമ്മുടെ ടോപ്പ് പോർഷനിൽ നമ്മളിപ്പോൾ തയ്ച്ച ആ പെറ്റിക്കോട്ടില്ലേ, പെറ്റിക്കോട്ട് മാതിരി തയ്ച്ചതിൻ്റെ അവിടെ രണ്ടിടത്തും നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് നമ്മൾ കൂട്ടുമ്പോഴത്തേക്കും നമ്മൾ പാവാടയുടെ ഇത് മാത്രമായിട്ട് കൂട്ടുക. പിന്നെ ലൈനിങ്ങിൻ്റെ ഉള്ളിലിട്ടിട്ട് ലൈനിങ്ങിൻ്റെ മാത്രമായിട്ട് നമ്മൾ കൂട്ടിയെടുക്കുക. ഇങ്ങനെ വേണം കൂട്ടിയെടുക്കാനായിട്ട്. അതിന് ശേഷമാണ് നമ്മൾ കൂട്ടിയെടുക്കുന്നത്. എന്നിട്ട് ഇവിടെ ഞാൻ ചെറിയൊരു നമ്മൾ ആ ഒരു ഓപ്പണിങ് പോലെ ഇവിടെ ഉണ്ട്, അവിടെ നമുക്കൊരു വള്ളി ഇട്ട് കൊടുക്കണം. വള്ളി ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ചെയ്ത് പല രീതിയിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ വള്ളിയും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ചെറിയ രീതി, അതായത് ഒരു എന്താ പറയുക, ഇതിങ്ങനെ തൂങ്ങിക്കിടക്കുന്ന കാണാൻ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൂടാണ്ട് തന്നെ നമുക്ക് അവിടെ ഒരു എന്താ പറയുക, അവിടെ ഒരു പിടുത്തം ഉണ്ടാവും, പിള്ളേർക്ക് അതൊന്ന് ഫീൽ ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ വീഡിയോ അടിപൊളിയായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിനകത്ത് ഞാനൊരു 7, 8, 9 വയസ്സ് പ്രായമുള്ള കുട്ടിക്ക് ചെയ്യുന്ന രീതിയിലാണ് ഞാനിത് ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവർക്കും ഉപകാരപ്പെട്ടേ എന്ന് വെച്ചിട്ടാണ് ഞാൻ കൂടുതൽ മെഷർമെൻറ്റും കാര്യങ്ങളൊന്നും പറയാതിരുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.